എല്ലാവരും കൂട്ടുകാരെ ഇങ്ങനത്തെ ചോളം കണ്ടിട്ടുണ്ടോ? ചോളമല്ല, ബജറ എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബജറ അത് ചപ്പാത്തിക്ക് നമ്മൾ ഗോതമ്പിൻ്റെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കുന്ന സാധനമാണിത്. ഇത് നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊടിപ്പിച്ചു കൊണ്ടുവരട്ടെ ഞാൻ. നമ്മൾ ആ ബജറ പൊടിപ്പിച്ചു കൊണ്ടുവന്നതിൻ്റെ പൊടിയാണ്. ഏകദേശം മുത്താരിപ്പൊടി പോലെയൊക്കെ തന്നെയാണോ ഉള്ളത് കേട്ടോ. ബജറൻ്റെ മുത്താരിയൊക്കെ പൊടിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്നുള്ള പൊടി പോലെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ. അപ്പം നമുക്കതും കൊണ്ടൊന്ന് ഒരു പുട്ടിന് വേണ്ടി ഞാനിവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വെള്ളം നല്ലോണം തിളയ്ക്കുമ്പം 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് പൊടി ഇടാം. ഞാൻ അങ്ങനെ എപ്പോഴും എടുത്തത്. ഇത് ബജറേൻ്റെ ഇതും കൊണ്ട് നനച്ച് വെച്ചേക്കുന്നതാണ് പുട്ടിന്. മുത്താരി പോലെ തന്നെ ഉള്ളൂ കേട്ടോ. ഇത് കളർ ഇച്ചിരി കുറവുണ്ടെന്ന് മാത്രം. അത് നനച്ച് വെച്ചതാണ് ബജറേൻ്റെ പൊടി. ഇതിനി ആവി പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഒന്നുകൂടി ആവി കയറ്റിയാൽ തിന്നാൻ ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല രുചിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് ചില ടേസ്റ്റുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇത് വലിയ ഇതൊന്നുമില്ല, മുത്താരി പോലെ തന്നെ ഉള്ളൂ. പക്ഷേ ഒരുപാട് വിറ്റാമിനൊക്കെ ഉള്ള ഒരു പൊടി ബജറയാണ്. അപ്പോൾ നമുക്കിതും കൊണ്ട് ഇത് ആവിയിൽ വയ്ക്കാം. നമ്മളീ പൊടി സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നനച്ചാൽ കുഴഞ്ഞു വരുള്ളൂ, നനയില്ല. നമ്മൾ നല്ല തിളച്ച് മറിയുന്ന വെള്ളത്തിലേക്ക് ഈ പൊടി ഇട്ടാലാണ് ഇതിങ്ങനെ പുട്ടിൻ്റെ പോലെ പരുവത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത് മറന്നു പോയതുകൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങളെ അത് നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നനച്ച് വെച്ചതായത് ഉണ്ടോ. ഇപ്പം നല്ല പുട്ട് പോലെ തന്നെയായി. ഇനി ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വെക്കണം. അപ്പം നമുക്കിത് നനച്ച് വെച്ച ബജറ ഇതിലേക്കിടാം. ആവിപ്പാത്രത്തിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം. ഉപ്പിട്ടു,
2 കാന്താരി കീറിയിട്ടു, 2 മുട്ട, ഉള്ളി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആരാ വിളിക്കുന്നു? ഞാൻ എടുത്തു തരാം. പോയി നേരെ